കുറച്ച് ദിവസം മുന്നേ താമരപ്പൂവ് വെച്ചിട്ടൊരു സെന്റാങ്കിൾ ആർട്ട് ചെയ്തപ്പോൾ അതിന്റെ അടിയിൽ വന്നൊരു കമന്റ് ആണ് ചെമ്പരത്തിപ്പൂവ് വെച്ചിട്ട് ഇതേപോലെ ചെയ്യുമെന്ന്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഞാൻ ചെയ്യാതിരിക്കോ? ചെയ്തിരിക്കും. സത്യം പറഞ്ഞാൽ നിങ്ങളൊരാൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോന്ന് ചോദിക്കുന്നതാണ് എനിക്ക് സന്തോഷം. സന്തോഷിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതുകൊണ്ടാണല്ലോ ഇതേപോലെ കമന്റ് ചെയ്യുന്നത്. രണ്ടാമത് സന്തോഷിക്കാനുള്ള കാരണം, നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലും ചെയ്യുമോന്ന് ചോദിച്ചാൽ എന്റെ പകുതി പണി അവിടെ കുറഞ്ഞു കിട്ടി. അടുത്ത വീഡിയോക്ക് എന്ത് ചെയ്യണം എന്നുള്ള ആലോചന എനിക്കൊന്ന് കുറയ്ക്കാലോ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളിത് ഈ വരച്ചോണ്ടിരിക്കുന്ന ചെമ്പരത്തി എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന രീതിക്കാണ് ഞാൻ വരച്ചത്. ഇനി ഇത് കണ്ടിട്ടാരും ചെമ്പരത്തി അല്ലാന്നൊന്നും വന്ന് പറയരുത്. പിന്നെ ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഈ വീഡിയോ കണ്ടാൽ തന്നെ എല്ലാവർക്കും സുഖമായിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. പറയുകയാണെങ്കിൽ ഈ ചെമ്പരത്തി വരയ്ക്കുന്നതേ കുറച്ചെങ്കിലും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൂ. ബാക്കി വരയിടൽ പരിപാടി ഭയങ്കര സിമ്പിളാണ്. സത്യം പറഞ്ഞ് ഈ ഒരു സെന്റാങ്കിൾ ആർട്ട് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ്. കാര്യം വേറൊന്നുമല്ല, ഇത് നമ്മൾ എങ്ങനെ ചെയ്താലും അവസാനം ഇതിന് വല്ലാത്തൊരു ഭംഗിയാ കാണാൻ. അങ്ങനെ ഈ വരയിടൽ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ ഈ ഒരു ആർട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മളുടെ ഫ്ലവറിന്റെ ഭംഗി ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ബാക്കി വരുന്ന പോർഷൻസിൽ ഇതേപോലെ ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് കളർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളോട് ഇത് ചെയ്യാൻ പറഞ്ഞാൽ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റും മറക്കണ്ട.